ഓം ശാന്തി. ഒരു സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ നിന്നും സർവസങ്കൽപ്പങ്ങളും സമാപ്തമാക്കി ഞാൻ സ്വയം തന്നെ കാണുന്നു. സമ്പൂർണ്ണ ചേതന ഭ്രുകുടി മധ്യത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഞാൻ ഒരു നിരാകാര ജ്യോതിപുഞ്ചമാണ്. മഹാജ്യോതി പരമാത്മാ ശിവബാബയുടെ പ്രിയ സന്താനമാണ് ഞാൻ. ബാബ സർവശക്തികളുടെയും ദാതാവാണ്. ഞാൻ എൻ്റെ ബുദ്ധിയോഗം മഹാജ്യോതി സർവശക്തിവാൻ ശിവബാബയോട് ചേർക്കുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ആത്മാ, പരമധാമ നിവാസി പരമാത്മാ ശിവബാബയോട് ഒരു വയർലെസ് കണക്ഷനിലൂടെ ചേർന്നിരിക്കുന്നു. ഞാൻ ആത്മാ, സർവശക്തിവാൻ പവിത്രതയുടെ പവർ ഹൗസ് ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ശക്തി എന്നിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാ ലൈറ്റുമായിട്ട് സ്വരൂപമായി തീരുന്നു. ഞാൻ പവിത്രാത്മാവാണ്, ശക്തിശാലി ആത്മാവാണ്. യോഗബലത്തിലൂടെ ഞാൻ ആത്മാവിന് അസീമ ശക്തി പ്രാപ്തമാകുന്നു. ഞാൻ എൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. ആത്മാരാജാവായി എൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ഞാൻ ചെക്ക് ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകുന്നില്ലല്ലോ എന്ന്. ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും ഞാൻ ചെക്ക് ചെയ്യുന്നു. ഞാൻ ബാബയിൽ നിന്നും പ്രാപ്തി ചെയ്ത ശക്തിശാലി പ്രകമ്പനങ്ങൾ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലേക്കും പ്രവാഹിതമാക്കുന്നു. ഞാൻ ഫീൽ ചെയ്യുകയാണ് ഓരോ കർമ്മേന്ദ്രിയങ്ങളും ശീതളമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ കർമ്മേന്ദ്രിയവും ശാന്തമാകുന്നു, ശീതളമാകുന്നു. ശരീരത്തിലെ ഓരോ അവയവവും പൂർണ്ണമായും ശീതളമാകുന്നു. ഞാൻ ആത്മാ രാജാവാണ്. സർവകർമ്മേന്ദ്രിയങ്ങളും എൻ്റെ വശത്തിലാണ്. ഓരോ കർമ്മേന്ദ്രിയവും എന്നെ ചതിക്കില്ല. ഞാൻ രാജയോഗിയാണ്. മുഖത്തിലൂടെ സദാ വരദാനി വാക്കുകൾ പറയുന്നു. കണ്ണുകൾ ശീതളം, ദൃഷ്ടി പവിത്രം. കണ്ണുകളിൽ നിന്നും അമൃതവർഷം. കാതുകൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കേൾക്കുന്നു. സത്യജ്ഞാനം കേൾക്കുന്നു. യോഗബലത്തിലൂടെ എൻ്റെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം എൻ്റെ വശത്തിലാണ്. ഞാൻ കർമ്മേന്ദ്രിയ ജീതാകുന്നു. ഈ ശ്രേഷ്ഠ സമാനത്തിലിരുന്ന് അനുഭവം ചെയ്യുകയാണ്.
എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ എൻ്റെ ഓർഡർ അനുസരിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ആത്മാവിൽ പ്രകാശം നിറക്കുന്നു. ജ്ഞാനവാനായ തിളക്കമുള്ള ആത്മാവായി മാറുന്നു. ഞാൻ പക്കാ യോഗിയാണ്. യോഗബലത്തിലൂടെ സർവ കർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കുന്നു. ഞാൻ യോഗത്തിൽ തന്നെ ഇരിക്കാനുള്ള പരിശ്രമം ചെയ്യുന്നു. അപ്പോൾ മായയ്ക്ക് അല്പം പോലും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. ഞാൻ പവിത്രതയിലൂടെ യോഗ്യനായി മാറുന്നു. ഇപ്പോൾ അജ്ഞാനത്താൽ ആത്മജ്യോതി അണയാറായി. കറുത്തിട്ടില്ല. ശരീരം ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്, എന്നാൽ ആത്മാവ് ഒരുപോലെയാണ്. ഞാൻ ബാബയെ ഓർമ്മിച്ച് പ്രകാശമുണ്ടാക്കുന്നു. പിന്നീട് ജ്ഞാനവാനായി മാറുന്നു. ബാബയുടെ പഠിപ്പിലൂടെ എൻ്റെ ആത്മജ്യോതി തെളിഞ്ഞു. ഇതിനെയാണ് സത്യമായ ദീപാവലി എന്ന് പറയുന്നത്. ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ പഴയ ലോകം അവസാനിക്കണം. ബാബ സംഗമയുഗത്തിൽ വന്ന് പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ഇപ്പോൾ പഴയ ലോകത്തിന്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ ബാബയിൽ നിന്നും ജ്ഞാനമെടുക്കണം, യോഗവും പഠിക്കണം. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാക്കണം. ഞാൻ യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളെ വശത്താക്കുന്നു. യോഗത്തിൽ പക്കായാകുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ വശത്താകുന്നു. ബാബ വന്ന് എന്നെ സ്വർഗം അഥവാ ജീവൻ മുക്തിധാമത്തിലേക്ക് പോകാൻ യോഗ്യനാക്കുകയാണ്. അതിനാദ്യം വേണ്ടത് പവിത്രതയാണ്. ബാബ കുട്ടികളെ കനിഷ്ഠരിൽ നിന്നും ഉത്തമരാക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും ഒരു സെക്കൻഡിൽ സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോൾ എൻ്റെ 84 ജന്മങ്ങൾ പൂർത്തിയായി. വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട്. 84 ജന്മങ്ങളെ അറിഞ്ഞ് ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ഗുഹ്യഗതിയെ ബാബ മനസ്സിലാക്കി തരുന്നു. യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുമ്പോൾ നമുക്കായി പവിത്ര ലോകം സ്ഥാപിതമാകുന്നു. ബാബ വേശ്യാലയത്തെ ശിവാലയമാക്കി മാറ്റുന്നു. ഉയർന്നതിലും ഉയർന്ന പരമാത്മാവാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. ദിനം പ്രതിദിനം ബാബ അനേക യുക്തികൾ പറഞ്ഞു തരുന്നു.
പരംപിത പരമാത്മാവാണ് സ്വർഗത്തിൻ്റെ സദ്ഗതിദാതാവ്. 21 ജന്മങ്ങളുടെ സമ്പത്ത് ഞാൻ ഈ പഠിപ്പിലൂടെ നേടുന്നു. ഉത്തമ പുരുഷനായി മാറുന്നതിനായി ഓർമ്മയുടെ ബലത്തിലൂടെ ആത്മാവിനെ പവിത്രമാക്കി മാറ്റുന്ന പുരുഷാർത്ഥം ചെയ്യുന്നു. ജ്ഞാനവാനായി മാറി ആത്മാക്കളെ ഉണർത്തുവാനുള്ള സേവനം ചെയ്യുന്നു. ആത്മാവാകുന്ന ദീപത്തിൽ ജ്ഞാനമാകുന്ന നെയ്യൊഴിക്കുന്നു. ശ്രീമതത്തിലൂടെ ബുദ്ധിയെ ശുദ്ധമാക്കുന്നു. ബാബയുടെ വരദാനത്തെ ഞാൻ എൻ്റെ സ്മൃതിയിൽ ഉറപ്പാക്കുന്നു. ബാബയുടെ വരദാനമാണ് ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്ത് മനസ്സിനെയും ബുദ്ധിയെയും നെഗറ്റീവിൻ്റെ പ്രഭാവത്തിൽ നിന്നും മുക്തമാക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കൂ. ആശ്ചര്യചിഹ്നം അഥവാ ചോദ്യചിഹ്നത്തിനു പകരം ബിന്ദു വിടുക. അർത്ഥം വിശേഷ ആത്മാവായി തീരുക. ആരാണ് ഓരോ വാക്കിലും കർമ്മത്തിലും ഹാജരാകുന്നത്? അവരാണ് ആജ്ഞാകാരികൾ. ഓം ശാന്തി.